Hello friends, welcome to Sangeetha's Food Gallery. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബജ്ജിയും കാര ചട്നിയാണ്. ഞാൻ ഇന്ന് 3 തരം ബജ്ജിയാണ് ചെയ്യാൻ പോകുന്നത്. വഴുതിരിങ്ങ ബജ്ജി, ഉരുളക്കിഴങ്ങ് ബജ്ജി ആൻഡ് ഉള്ളി ബജ്ജി. ഒരേ മാവ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ 3 തരം ബജ്ജിയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബജ്ജിക്കുള്ള മാവ് റെഡിയാക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കായിട്ട് ഉണ്ടാവാൻ പാടില്ല, ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിലും ഉണ്ടാവാൻ പാടില്ല. നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബജ്ജിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ക്യുക്കായിട്ടുള്ള ഒരു കാര ചട്നി റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട്. ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെയുണ്ട് അരയ്ക്കാൻ പോകുന്നത്. ഇതിൽ സവാളയിലും തക്കാളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇത് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇതൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ക്യുക്കായിട്ടുള്ള കാര ചട്നി റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ ബജ്ജിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങിലെ തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ വട്ടത്തിൽ വേണം കട്ട് ചെയ്ത് വെക്കാൻ. ഒരുപാട് കനത്തിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മേൽഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതും ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതിരിങ്ങ കട്ട് ചെയ്തെടുക്കാം. പിന്നെ മേൽഭാഗം മാത്രം മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യാം. ഇപ്പൊ ചെറിയ വഴുതിരിങ്ങയാണെങ്കിൽ ഇതുപോലെ നീളത്തിലും കട്ട് ചെയ്യാം കേട്ടോ. ഈ സൈഡിൽ നിന്നും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതും നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പൊ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ ആദ്യം വഴുതിരിങ്ങ ബജ്ജിയാണ് ചെയ്യുന്നത്. വഴുതിരിങ്ങ ഒരുപാട് നേരം കട്ട് ചെയ്ത് വെച്ചിരുന്ന കറുത്ത് പോവും. അതുകൊണ്ട് ആദ്യം വഴുതിരിങ്ങ ബജ്ജി റെഡിയാക്കാം. ഈ ബാറ്ററിൽ വഴുതിരിങ്ങ നന്നായിട്ട് 2 വശം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തത് തിരിച്ചിട്ട് കൊടുക്കുക. അടുപ്പ് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതിരിങ്ങ ബജ്ജി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ബജ്ജി റെഡിയാക്കാം. ഇതേ ബാറ്റിൽ തന്നെ
ഉരുളക്കിഴങ്ങ് പീസ് എടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ബജ്ജിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി ബജ്ജി റെഡിയാക്കാം. ഇതേ മാവിൽ തന്നെ ഉള്ളിയുടെ പീസ് എടുത്തിട്ട് രണ്ട് സൈഡും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് വെന്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളി ബജ്ജി റെഡിയായി കഴിഞ്ഞു. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബജ്ജിയും റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജി, വഴുതിരിങ്ങ ബജ്ജി, സവാള ബജ്ജി റെഡിയായി കഴിഞ്ഞു. ഇത് കാര ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.